എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞാൻ അടിപൊളി ടേസ്റ്റുള്ള ഡെസേർട്ടാണ്. ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഡെസേർട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി അരക്കിലോ ക്യാരറ്റ് ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി ഇതുപോലെ മുറിച്ചൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വെള്ളമാണ്. അതും കൂടി ചേർത്ത് ഒരു വിസിലടുപ്പിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടണം. ആ സമയത്ത് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ആ പാൽ നല്ലപോലെ ചൂടാകും. അതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൊടിയിലേക്ക് കുറച്ച് പാൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി അടിപൊളി ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി തിളച്ച പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വരണം. അത് വരെ നല്ലപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി ക്യാരറ്റ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ തന്നെ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പാലൊഴിച്ചായിരിക്കണം അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ തന്നെ ക്രീമി തന്നെ അടിച്ചെടുക്കാൻ നോക്കണം ക്യാരറ്റ്. അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വെച്ച പാലിൻ്റെ കോട്ടിലേക്ക് ഈ ക്യാരറ്റും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കണേ. വളരെ ടേസ്റ്റ് അടിപൊളി ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചും തണുപ്പിച്ചെടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നേന്ത്രപ്പഴം, ആപ്പിൾ, മുന്തിരി, അനാറ്, കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നല്ല വേണ്ടത് കുറച്ച് കസ്കസാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരെയൊക്കെ ബൈ. താങ്ക് യു.